Hello students, welcome to the third session, third module. This module deals with reciprocating pump. So in the first two sessions, we studied the basics of reciprocating pump, and we try to understand the working of reciprocating pump, and we have derived an expression for the discharge through a reciprocating pump and how or what's the amount of work done by a reciprocating pump. All these things we have learned, and also we try to classify a reciprocating pump into different types. Okay, so today we'll be learning about the variation of velocity and acceleration in the suction and delivery pipes due to acceleration on the piston. നമുക്കറിയാം reciprocating pump, there is a piston moving to and fro from left to right to left, when one complete rotation of a crank is taking place. So naturally there will be a acceleration in the case of a piston. So piston will be accelerating from 0 to maximum to 0. That means acceleration deceleration will be repeatedly taking place in a cycle, right? So when the piston is accelerating or decelerating, there will be corresponding acceleration and change in velocity in case of water that is moving through the suction pipe and delivery pipe. അല്ലേ, പിസ്റ്റൻ്റെ ആക്സലേഷൻ കാരണം രണ്ട് പൈപ്പിൽ, അതായത് സക്ഷൻ പൈപ്പിലും ഡെലിവറി പൈപ്പിലും ഉണ്ടാകുന്ന വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനും ആക്സലറേഷനും വെലോസിറ്റിയിലും ചേഞ്ച് ഉണ്ടാവും. So have a look at this thing. Okay, so this is a reciprocating pump. So we have got a crank moving with omega in clockwise direction, like clockwise direction. So OE, so this is the crank. Okay, so when it is in OA position, it will be at leftmost, piston will be in the leftmost position. So during suction stroke, this piston will move to the rightward position, rightward position. During the delivery stroke, from right to left, അതായത് പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് സക്ഷൻ സ്റ്റോക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അറ്റ് ദി എക്സ്ട്രീം ലെഫ്റ്റ് ഇവിടെ ഉണ്ടാകുമ്പോഴും എക്സ്ട്രീം ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാകുമ്പോഴും പിസ്റ്റൻ്റെ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ വിൽ ബി, പിസ്റ്റൺ വെലോസിറ്റി സീറോ ആയിരിക്കില്ലേ? പിസ്റ്റൺ വെലോസിറ്റി സീറോ ആയിരിക്കില്ലേ, അല്ലേ? അതായത് എക്സ്ട്രീം പൊസിഷനിൽ പിസ്റ്റൺ വെലോസിറ്റി അറ്റ് എക്സ്ട്രീം പൊസിഷൻ, പിസ്റ്റൺ വെലോസിറ്റി വിൽ ബി സീറോ, കാരണം അവിടെ റെസ്റ്റിൽ, അല്ലേ? ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ ഈസ് മാക്സിമം അറ്റ് ദി സെൻറ്റർ ഓഫ് ദ സിലിണ്ടർ ആയിരിക്കും. കാരണം ഒരു സീറോന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നത് സെൻറ്ററിലാണ്. പിന്നെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് എത്തുമ്പോൾ പിന്നെ അതിന് വെലോസിറ്റി മാക്സിമം ആവുന്നത് വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ സിലിണ്ടർ. സോ വി പിസ്റ്റൺ ഈസ് ഈക്വൽ ടു മാക്സിമം അറ്റ് സെൻറ്ററിലാണ് മാക്സിമം. അപ്പോൾ നമുക്കറിയാം സെൻറ്ററിൽ മാക്സിമം എന്ന് വെച്ചാൽ സീറോ, എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് വെലോസിറ്റി സീറോ ആയ കേസിൽ നിന്ന് സെൻറ്ററിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവുന്നുണ്ടെങ്കിൽ ദർ ഈസ് ആൻ ആക്സലറേഷൻ, അല്ലേ? ആക്സലറേഷൻ. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ സപ്പോസ് ഇങ്ങനൊരു പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റൺ മാത്രം നോക്കുക, പിസ്റ്റൻ്റെ എക്സ്ട്രീം ലെഫ്റ്റാണ്. പിസ്റ്റൺ ഇവിടെ എത്തുമ്പോൾ ഇവിടെ വി ഈക്വൽ ടു സീറോ, അപ്പോൾ പിസ്റ്റൺ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ഇവിടെ വി ഈക്വൽ ടു മാക്സിമം ആണ്. എഗെയിൻ ഇവിടെ എത്തുമ്പോൾ വി ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ഈ മാക്സിമത്തിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും സീറോ ആണെങ്കിൽ ഇവിടെ എന്ത്? റിട്ടാർഡേഷൻ ഉണ്ട്, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ, റിട്ടാർഡേഷൻ, അല്ലേ? അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ that means there is a variation velocity, implies that there is an acceleration. അതായത് സീറോന്ന് മാക്സിമത്തിലേക്കാണെങ്കിൽ ആക്സലറേഷൻ, മാക്സിമത്തിൽ സീറോ ആണെങ്കിൽ റിട്ടാർഡേഷൻ. സിമിലർലി തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോഴോ, തിരിച്ച് ഡെലിവറി സ്ട്രോക്ക്, ഇതിപ്പോൾ സക്ഷൻ സ്ട്രോക്ക് ആണല്ലോ, സക്ഷൻ സ്ട്രോക്ക് ഇനിയിപ്പോൾ ഡെലിവറി സ്ട്രോക്ക് ആണെങ്കിൽ ഇവിടെ വി ഈക്വൽ ടു സീറോ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആക്സലറേഷൻ, കാരണം ഇവിടെ എത്തുമ്പോൾ എന്തായാലും മാക്സിമം ആവും, ഇവിടെ ആക്സലറേഷൻ ഉണ്ട്, അല്ലേ? പിന്നെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും വി സീറോ ആവണ്ടേ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? റിട്ടാർഡേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ആക്സലറേഷനും വെലോസിറ്റിയും മാറി വരുന്നത്, അല്ലേ?
ഇതിൻ്റെ ഒരു നമുക്കൊരു എന്താണ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പിസ്റ്റൻ്റെ ആക്സലറേഷൻ ആണ് പറഞ്ഞത്. പിസ്റ്റൻ്റെ ആക്സലറേഷൻ ആണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഈ പിസ്റ്റൺ ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പിസ്റ്റണായിട്ട് കോണ്ടാക്ട് ആയിട്ട് എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും, അവർ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ പിസ്റ്റൻ്റെ ആക്സലറേഷൻ വിൽ ബി ട്രാൻസ്ഫർ ടു ദി ആക്സലറേഷൻ ഓഫ് ദ എന്താണ് വാട്ടർ, അല്ലേ 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 ദ വാട്ടർ ഇൻ ദ സിലിണ്ടർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പിസ്റ്റൺ hence the water flowing from the suction pipe or to the delivery pipe will have an acceleration at the beginning of the each stroke and a retardation at the end of each stroke. അപ്പോൾ തുടക്കത്തിൽ ആക്സലറേഷൻ, പിന്നെ മാക്സിമം എത്തും, പിന്നെ റിട്ടാർഡേഷൻ ചെയ്ത് വീണ്ടും സീറോയിലേക്ക് എത്തും. അപ്പോൾ തുടക്കത്തിലും ആക്സലറേഷനും എൻഡിൽ റിട്ടാർഡേഷൻ. അതിപ്പോൾ സെക്ഷൻ സ്ട്രോക്കിൻ്റെ കേസിലായാലും ഡെലിവറി സ്ട്രോക്കിൽ. അപ്പോൾ പിസ്റ്റൻ്റെ ആക്സലറേഷൻ ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ടു ദി ഇവിടെ ഉണ്ടാകുന്ന വാട്ടർ. അത് ഇവിടെ ഡെലിവറി സ്ട്രോക്കിലാണെങ്കിൽ ഇങ്ങനെ, സെക്ഷൻ സ്ട്രോക്കിലാണെങ്കിൽ സെക്ഷൻ പൈപ്പിലായിരിക്കും. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഡെറിവേഷനിലേക്ക് നമുക്ക് സപ്പോസ് ഒമേഗ എന്താണെന്ന് അറിയാം. എന്താണ്? ആംഗുലാർ വെലോസിറ്റി അല്ലേ, ആംഗുലാർ സ്പീഡ് ഓഫ് ക്രാങ്കിൻ്റെ ആംഗുലാർ സ്പീഡാണ്. പിന്നെന്താണ്? ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് സിലിണ്ടർ, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സിലിണ്ടറിൻ്റെ ഏരിയയാണ്, സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. സ്മോൾ എ ഏരിയ ഓഫ് പൈപ്പ്, അതായത് ഇറ്റ് ക്യാൻ ബി സക്ഷൻ ഓർ ഡെലിവറി, രണ്ടും സെയിം ആണ്. സക്ഷൻ ഓർ ഡെലിവറി രണ്ട് പൈപ്പിൻ്റെയും ക്രോസ് സെക്ഷൻ ഏരിയ ആണ് സ്മോൾ എ. എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് പൈപ്പ്, ബോത്ത് സക്ഷൻ ഓർ ഡെലിവറി രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്മോൾ എൽ ആയിട്ട് എടുത്തു. ആർ ഈക്വൽ ടു റേഡിയസ് ഓഫ് ക്രാങ്ക്, ഓക്കെ. നമുക്ക് ഇനി ഡെറിവേഷനിലേക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇതൊരു ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ ഈ ഒരു പൊസിഷൻ, അതായത് ലെഫ്റ്റിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു തീറ്റ ആംഗിൾ ടേൺ ചെയ്തിട്ടുണ്ടാവും ക്രാങ്ക്, അല്ലേ ആ എക്സ് ആണ്, ഈ എക്സ് ആണ്, ഇതാണ് ഈ സെയിം എക്സ് ആണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടുക, അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത് ഈ പർട്ടിക്കുലർ എക്സ് ആണ്, അല്ലേ. ഇങ്ങനെ എ എന്നുള്ള പൊസിഷനിൽ ക്രാങ്ക് ഇയിലേക്ക് എത്തുമ്പോഴാണ് ഇത് എക്സ് എന്നുള്ള ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ളത് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ്, നോക്കുക പോയിന്റ്സ് നോക്കുക, എ ഒ മൈനസ് എഫ് ഒ എന്ന് എഴുതിക്കൂടെ, അല്ലേ. എ ഒ മൈനസ് എഫ് ഒ, ഇത്രയും മൈനസ് ചെയ്താൽ പോരെ, അല്ലേ. അപ്പോൾ എ ഒ എന്താണ്? എ ഒ എന്ന് വെച്ചാൽ ആറ് ഇൻറ്റു കോസ് തീറ്റ, ആർ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ. എഫ് ഒ എന്താണ്? സോറി, ആർ കോസ് തീറ്റ അല്ല, എഫ് ഒ ആണ്. എ ഒ എന്താണ്? എ വെച്ചാൽ ആറായിരിക്കും, കാരണം ഇത് സർക്കിളല്ലേ, സർക്കിളിൻ്റെ റേഡിയസ് ഒ ഈസ് ഈക്വൽ ടു എ വൺ ആയിരിക്കില്ലേ, അത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അല്ലേ. എഫ് ഒ എന്തായിരിക്കും? എഫ് ആണ് എന്ത്? ആർ കോസ് തീറ്റ വരിക, കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, ഇത് ആറ്, ഇത് തീറ്റ ആണെങ്കിൽ എഫ് ഒ ആർ കോസ് തീറ്റ ആയിരിക്കും, റൈറ്റ്. ഞാനത് ഇവിടെ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എ ഒ മൈനസ് എഫ് ഒ, അതായത് ആർ മൈനസ് ആർ കോസ് തീറ്റ. തീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ്, തീറ്റ എന്ന് വെച്ചാൽ ആംഗുലാർ ഡിസ്റ്റൻസ് ആംഗുലാർ സ്പീഡ് ഇൻറ്റു ടൈം, അതായത് തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ടേൺഡ് ടി ടൈമാണ്, ആംഗിൾ ടേൺഡ് ഇൻ ടൈം ടി എന്നുള്ള ഒരു ടൈമിൽ ടേൺ ചെയ്ത ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ് ഒമേഗ ടി.
അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചാൽ ആർ മൈനസ് ആർ കോസ് ഒമേഗ ടി എന്ന് എഴുതി. ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ആർ മൈനസ് ആർ കോസ് ഒമേഗ ടി. അതിൽ കോസ് ഒമേഗ ടിയുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ഒമേഗ ടി ആവും. ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ഇത് പ്ലസ് ആർ ഒമേഗ, ഒരു ഒമേഗ പുറത്തേക്ക് വരും കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ആർ ഒമേഗ സൈൻ ഒമേഗ ടി ഇങ്ങനെ വരും. വെലോസിറ്റി ഇങ്ങനെ വരും. വെലോസിറ്റി ഇങ്ങനെ വരും അല്ലേ? വെലോസിറ്റി, ദിസ് ഈസ് വെലോസിറ്റി ഓഫ് പിസ്റ്റൺ ആണ്. അതായത് വെലോസിറ്റി ഓഫ് പിസ്റ്റൺ, വെലോസിറ്റി ഓഫ് പിസ്റ്റൺ ഇത് ക്യാപിറ്റൽ വി കേട്ടോ. പിസ്റ്റൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി കേട്ടോ. ക്യാപിറ്റൽ വി വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. പിസ്റ്റൺ വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ സൈൻ ഒമേഗ ടി. പക്ഷെ നമുക്കറിയാം യൂസിങ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഇക്വേഷൻ ഓഫ് നമ്മളെ മാസ് കൺസർവേഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ പിസ്റ്റണിലെ ഡിസ്ചാർജ് ഷുഡ് ബി വോളിയം ഡിസ്ചാർജ് ഷുഡ് ബി ഈക്വൽ ടു പൈപ്പ് ഡിസ്ചാർജ് അല്ലേ? എ ബി കോൺസ്റ്റൻറ്റ്, അതായത് എ ബി കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടായി. പിസ്റ്റൻ്റെ ഏരിയ എ, പിസ്റ്റൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ പൈപ്പിൻ്റെ ഏരിയ സ്മോൾ എ, പൈപ്പിലെ വെലോസിറ്റി സ്മോൾ വി എന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ പൈപ്പിലെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ഇൻറ്റു എ ബൈ സ്മോൾ എ. അതായത് എ ബൈ എ ഇൻറ്റു ഒമേഗ ആർ സൈൻ ഒമേഗ ടി. ഇതാണ് സ്മോൾ വി. അതായത് പൈപ്പിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ, അതായത് ഏരിയ ഓഫ് സിലിണ്ടർ ബൈ ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു ഒമേഗ ആർ സൈൻ ഒമേഗ ടി. ഇതാണ് വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദി പൈപ്പ്. വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദി പൈപ്പ്. ഓക്കെ, വി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് സ്മോൾ വി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ഐദർ സക്ഷൻ പൈപ്പ് ഓർ ഡെലിവറി പൈപ്പ്. എ ഡി കിട്ടിയില്ലേ? എ ഡി കിട്ടി. നമുക്ക് വേണ്ടത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ പൈപ്പ് എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി, അതായത് ഡി ബൈ ഡി ടി ഓഫ് എ ബൈ എ ഒമേഗ ആർ സൈൻ ഒമേഗ ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇതെല്ലാം കോമൺ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. എ ബൈ എ ഒമേഗ ആർ ഇൻറ്റു എന്ത് വരും? ഒരു ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഒമേഗ കോസ് ഒമേഗ ടി വരും. ആൻഡ് ഡി വി ബൈ ഡി ടി വിൽ ബി ഈസ് ഈക്വൽ ടു എ ബൈ എ ഒരു ഒമേഗ സ്ക്വയർ ആയത് കാരണം ഒരു എക്സ്ട്രാ ഒമേഗ വന്നു, ആർ കോസ് ഒമേഗ ടി. ഇത് ആക്സലറേഷൻ. നമുക്കറിയാം മാസ് ഓഫ് വാട്ടർ എന്തായിരിക്കും? മാസ് ഓഫ് വാട്ടർ ഇൻ പൈപ്പ് will be equal to density into volume of pipe അല്ലേ? അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം എന്ന് വെച്ചാൽ സ്മോൾ ഏരിയ, പൈപ്പിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ സ്മോൾ എ, പൈപ്പിൻ്റെ ലെങ്ത്ത് എൽ ആണ്. അപ്പോൾ ടോട്ടൽ മാസ് റോ എൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോഴ്സ് റിക്വയർഡ് ടു ആക്സലറേറ്റ് ദ വാട്ടർ ആൻഡ് പൈപ്പ്, ഫോഴ്സ് required to accelerate the water in pipe വെച്ചാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് നമുക്ക് കിട്ടി. മാസ് എന്ന് വെച്ചാൽ റോ എ എൽ കിട്ടി. ആക്സലറേഷൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ ബൈ എ ഒമേഗ സ്ക്വയർ ആർ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇത് ഫോഴ്സ് ആണ്. നമുക്ക് പ്രഷർ എങ്ങനെ കിട്ടും? പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ സ്മോൾ എ അല്ലേ? ഫോഴ്സ് ബൈ സ്മോൾ എ എന്ന് വെച്ചാൽ റോ എ എൽ എ ബൈ എ ഒമേഗ സ്ക്വയർ ആർ കോസ് ഒമേഗ ടി ബൈ എ.
ഒരു എയും ക്യാൻസൽ ആവും. പ്രഷർ ഈസ് ഈക്വൽ ടു റോ എൽ ഇൻറ്റു A/A ഒമേഗ സ്ക്വയർ ആർ കോസ് ഒമേഗ ടി. ഇതാണ് പ്രഷർ ഇൻസൈഡ് പ്രഷർ ഡ്യൂ ടു ആക്സലറേഷൻ. നമ്മൾ ഈ ആക്സലറേഷൻ കാരണമാണ് പ്രഷർ ഡ്യൂ ടു ആക്സലറേഷൻ ഓഫ് പിസ്റ്റന്റെ ആക്സലറേഷൻ കാരണം ഉണ്ടാകുന്ന പ്രഷറാണിത് അല്ലേ. ആ പ്രഷർ ഹെഡോ ഡ്യൂ ടു ആക്സലറേഷൻ പ്രഷർ ഹെഡ് അതിന് നമ്മൾ എച്ച്, അതായത് ഡ്യൂ ടു ആക്സലറേഷൻ, നമ്മളെ പിസ്റ്റന്റെ ആക്സലറേഷൻ കാരണം ഉണ്ടാകുന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് എച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ ബൈ റോജി അല്ലേ. ഹെഡ് വെച്ചാൽ പ്രഷർ ബൈ റോജി ആണ്. അത് that means HI is equal to rho L A/A omega square R cos omega T by rho G. Rho cancel, so HI നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് L/G into A/A into omega square R cos omega T. ഇങ്ങനെയാണ് നമ്മുടെ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ. അപ്പോൾ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ സക്ഷൻ പൈപ്പ് HAS ആണ്. HAS എന്ന് വെച്ചാൽ ഇത് സക്ഷൻ പൈപ്പിൽ ഇങ്ങനെ HAS എന്ന് പറയുമ്പോൾ LS എന്ന് വെച്ചാൽ സക്ഷൻ പൈപ്പിൻ്റെ ലെങ്ത് ബൈ G ഇൻറ്റു A ബൈ സ്മോൾ AS എന്ന് വെച്ചാൽ സക്ഷൻ പൈപ്പിൻ്റെ ഏരിയ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് എഴുതിയാലും മതി. കോസ് തീറ്റ ഒമേഗ ടി തന്നെയാണ് തീറ്റ. അതേപോലെ ഡെലിവറി പൈപ്പാണെങ്കിൽ നമുക്ക് HAD എന്ന് എഴുതേണ്ടി വരും. HAD എന്ന് വെച്ചാൽ LD/G ഇൻറ്റു A/small/ad ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ. ഇത്രയാണ് എഴുതേണ്ടത്. ഇത് നോക്കേണ്ടത് വെൻ തീറ്റ ഈക്വൽ ടു 0, തീറ്റ 0 ആകുമ്പോൾ നമുക്കറിയാം ഈക്വേഷനിൽ ഏതായാലും തീറ്റ 0 ആകുമ്പോൾ കോസ് തീറ്റ എന്താവും? കോസ് തീറ്റ 1 ആവും. അങ്ങനെയാണെങ്കിൽ ഏതായാലും HA എന്നുള്ളത് L/G, അതിപ്പോൾ സക്ഷൻ ആയാൽ ഡെലിവറി പൈപ്പ് ജനറൽ ആയിട്ട് എഴുതുന്നതാണ്, A/A ഒമേഗ സ്ക്വയർ ആർ ആവും, മാക്സിമം ആവും. തീറ്റ 90 ആകുമ്പോൾ കോസ് തീറ്റ 0 ആണ്. കോസ് 90 0 ആണ്. സോ HA വിൽ ബി 0, കോസ് 90 0 അറ്റ് തീറ്റ 90 ഡിഗ്രി. അതായത് സെൻറ്റർ പൊസിഷനിൽ ആക്സലറേഷൻ 0 ആണ്. അതുകൊണ്ട് ഹെഡ് ഡ്യൂ ടു ആക്സലറേഷനും 0 ആയിരിക്കും. again at the end when theta equal to 180, again cos theta എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ട് HA എന്ന് പറയുന്നത് -L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഹെഡ് ഉണ്ടാവും, പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ മാക്സിമം HA മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? HA മാക്സ് എന്ന് പറയുന്നത് L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ. ഈ വാല്യൂ ആയിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഹെഡിൻ്റെ മാക്സിമം വാല്യൂ. ഇനി നമ്മൾ അടുത്തത് എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓൺ ഫ്രിക്ഷൻ in the suction and delivery pipes. അതായത് ഈ വെലോസിറ്റി വേരിയേഷൻ, അതായത് പിസ്റ്റന്റെ വെലോസിറ്റി വേരിയേഷൻ ഉണ്ടാവുന്ന, അതായത് പിസ്റ്റന്റെ വെലോസിറ്റി വേരിയേഷൻ കാരണം അതായത് സക്ഷൻ പൈപ്പിലും ഡെലിവറി പൈപ്പിലുണ്ടാകുന്ന വാട്ടർ ഫ്ലോയിൽ ഒരു ആക്സലറേഷൻ ഉണ്ടാവും അല്ലേ.
ആക്സലേഷൻ്റെ എഫക്റ്റാണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ ഇതേപോലെ വെലോസിറ്റിയുടെ വേരിയേഷൻ കാരണം, പിസ്റ്റൻ്റെ വെലോസിറ്റിയുടെ വേരിയേഷൻ കാരണം ഈ പൈപ്പിലുണ്ടാകുന്ന ഫ്രിക്ഷൻ്റെ വേരിയേഷൻ നമുക്കറിയാം. ഫ്രിക്ഷൻ ഹെഡ് HF എന്ന് പറയുന്നത് നമുക്ക് ഡാർസീസ് ഇക്വേഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ് എന്ന് പറയുന്നത് HF 4FLV² പഠിച്ചിട്ടുണ്ട്. അതിലെന്താണ് ഈ എഫ്? ഡാർസീസ് ഇക്വേഷൻ. എഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, എൽ എന്താണ്? ലെങ്ത് ഓഫ് പൈപ്പ്. ഡി എന്താണ്? ഡയ ഓഫ് പൈപ്പ് ആണ്. അത് ഏതർ സക്ഷൻ ഓർ ഡെലിവറി. ഡി ഡയ ഓഫ് പൈപ്പ്. വി വെലോസിറ്റി ഇൻ പൈപ്പ്, വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ പൈപ്പ്. നമുക്കറിയാം വിയുടെ ഇക്വേഷൻ വി ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. A/A ഒമേഗ ആർ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ തീറ്റ വെലോസിറ്റി ഇൻ പൈപ്പ് ഇതാണ്. അപ്പോൾ HF എന്ന് പറയുന്നത് 4FL/2GD ഇൻറ്റു V² അല്ലേ? V² പകരം നമ്മൾ A/A ഒമേഗ ആർ സൈൻ തീറ്റ സ്ക്വയർ കിട്ടും. അപ്പോൾ ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് 4FLS/DS ഇൻറ്റു 2GDS ഇൻറ്റു A/AS ഇൻറ്റു ഒമേഗ ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ് സക്ഷൻ പൈപ്പിൽ. അതിന് ഡെലിവറി പൈപ്പിൽ HF ഫ്രിക്ഷൻ ഇൻ ഡെലിവറി പൈപ്പ്, വേരിയേഷൻ ഓഫ് ഫ്രിക്ഷൻ ഡെലിവറി പൈപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. 4FLD/2GDD ഡെലിവറി പൈപ്പിലെ ഡയ ബൈ ഇൻറ്റു A/AD ഒമേഗ ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്. അത് ഏതർ ഇറ്റ് ഈസ് ഡെലിവറി ഓർ സക്ഷൻ. ഇവിടെ നമുക്കറിയാം വെൻ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ തീറ്റ 0 ആണ്. സോ HF എന്തായി? HF 0. അതേപോലെ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. HFൻ്റെ വാല്യൂ 4FL/2GD അടുത്ത പേജ്. HF എന്ന് പറയുന്നത് 4FL/2GD ഇൻറ്റു A/A ഒമേഗ ആർ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. കാരണം സൈൻ തീറ്റ 1 ആയിപ്പോയി. അഗൈൻ തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 180 0 ആണ്. അപ്പോൾ HF എന്തായാലും 0 ആയിപ്പോയി. അപ്പോൾ രണ്ടറ്റത്തും, അതായത് എക്സ്ട്രീം പൊസിഷനിൽ ഫ്രിക്ഷൻ ഹെഡ് 0 ആയിരിക്കും. ഫ്രിക്ഷൻ ഹെഡ് ഡെലിവറി പൈപ്പിലായാലും സക്ഷൻ പൈപ്പിലായാലും ഫ്രിക്ഷൻ ഹെഡ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ വെലോസിറ്റി 0 ആയിരിക്കും. ഫ്രിക്ഷൻ ഹെഡ് അതായത് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഹെഡ് അല്ല, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അത് ലോസ് ഓഫ് ഹെഡ് ആണ്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ വിൽ ബി 0. Okay, at the extremes, but at the center it will be maximum. Right? Okay. Question ഒന്ന് വായിക്കാം. The cylinder bore dia of a single acting reciprocating pump is 150 mm and its stroke is 300 mm. അതായത് ബോർ ഡയ, സിലിണ്ടറിൻ്റെ ബോർ ഡയ 150 mm ആണ്, സ്ട്രോക്ക് 300 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. The pump runs at 50 RPM. Speed lifts water through a height of 25 meter. തന്നിട്ടുണ്ട്. The delivery pipe is 22 meter long and 100 mm in diameter. Find the theoretical discharge and theoretical power required to run the pump. If the actual discharge is 4.2 liter per second, find the percentage rate. Also determine the acceleration head at the beginning and middle of the delivery stroke. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ,
തന്ന കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ ഡി സിലിണ്ടറിലുള്ള സിലിണ്ടറിൻ്റെ ഡയാണ് തന്നത്. സിലിണ്ടറിൻ്റെ ഡയ നമ്മളെപ്പോഴും ക്യാപിറ്റൽ, സിലിണ്ടർ ഡയയും സിലിണ്ടറിൻ്റെ ഏരിയക്ക് ക്യാപിറ്റലാണ് എടുക്കുക. ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ 150 എന്ന് വെച്ചാൽ 0.15 മീറ്റർ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, π/4 ഡി സ്ക്വയർ അല്ലേ. π/4 ഡി സ്ക്വയർ ചെയ്താൽ യു വിൽ ഗെറ്റ് 0.01767 മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ. സ്ട്രോക്ക് ലെങ്ത് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എല്ലാണ്. സ്മോൾ എൽ എന്ന് വെച്ചാൽ പൈപ്പ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ ലെങ്ത് വെച്ചാൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ സ്ട്രോക്ക് ലെങ്ത്. 300 mm എന്ന് വെച്ചാൽ 0.3 മീറ്റർ. 0.3 ആർ പി എം N 50 എന്ന് പറഞ്ഞിട്ട് 50 RPM. N 50 RPM. ടോട്ടൽ ഹെഡ് H ലിഫ്റ്റ് ചെയ്യേണ്ടത് 25 മീറ്റർ ആണ്. ഡെലിവറി പൈപ്പിൻ്റെ ലെങ്ത് LD 22 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. DD ഡെലിവറി പൈപ്പിൻ്റെ ഡയ 100 mm എന്ന് പറഞ്ഞിട്ട് ദാറ്റ് മീൻസ് 0.1 മീറ്റർ. ക്യൂ ആക്ച്വൽ എന്ന് പറഞ്ഞിട്ട് 4.2 ലിറ്റർ പെർ സെക്കൻഡ് വെച്ചാൽ 4.2 × 10⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. പിന്നെ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. അതായത് ക്യൂ തിയററ്റിക്കൽ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ആക്ടിങ് പമ്പ് അല്ലേ, A × L × N/60. ദാറ്റ് മീൻസ് 0.01767 × L എന്ന് വെച്ചാൽ 0.3 × 50/60 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.004175 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. തിയററ്റിക്കൽ പവർ തിയററ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്, റോ ജി ക്യൂ തിയററ്റിക്കൽ ഇൻറ്റു ഹെഡ് അതായത് റോ ജി ക്യു എച്ച് ആണല്ലോ. സോ റോ എന്ന് വെച്ചാൽ 1000 × 9.81 × 0.004175 × ഹെഡ് 25 will get 108.3 വാട്ട്സ് അല്ലെങ്കിൽ 1.083 കിലോ വാട്ട്സ് പവർ തിയററ്റിക്കൽ. PT P small t പവർ തിയററ്റിക്കൽ പവർ തിയററ്റിക്കൽ പവർ എത്രയാണ്. പെർസെൻറ്റേജ് സ്ലിപ്പാണ് ചോദിച്ചത്. സ്ലിപ്പ് എന്ന് പറയുന്നത് ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ ഇൻറ്റു 100 എന്ന് പറയുന്നത് 4.4175 മൈനസ് 4.2 ഡിവൈഡ് ബൈ, അതായത് 0.004475 മൈനസ് 0.0042 divided by 0.004475 into 100 is equal to 4.92%. 4.92%. നാലാമത്തെ കണ്ടത് ആക്സലറേഷൻ ഹെഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെലിവറി സ്റ്റോപ്പ്. ആക്സലറേഷൻ ഹെഡ് at beginning of ഡെലിവറി സ്ട്രോക്ക് ബിഗിൻ ചെയ്യുമ്പോൾ ഡെലിവറി സ്ട്രോക്ക് ബിഗിൻ ചെയ്യാന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് പിസ്റ്റൺ എങ്കിൽ ഇതാണ് ഡെലിവറി പൈപ്പ് എങ്കിൽ ഡെലിവറി സ്ട്രോക്ക് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. നിങ്ങൾക്ക് എന്താ കാണേണ്ടത്, ആക്സലറേഷൻ ഹെഡ് ഇൻ ഡെലിവറി പൈപ്പാണ്. ആക്സലറേഷൻ ഹെഡ് ഇൻ ഡെലിവറി പൈപ്പ് അല്ലേ. ആക്സലറേഷൻ ഹെഡ് ഇൻ ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റ 0 അല്ലേ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെലിവറി സ്റ്റോപ്പ് തീറ്റ 0. ഓക്കെ, തീറ്റ 0 ആകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഇവിടെ നോക്കാം. ആക്സലറേഷൻ ഹെഡ് ഓക്കെ, തീറ്റ 0 സ്റ്റാർട്ടിങ് തീറ്റ 0 ആയിരിക്കും. മിഡിൽ അപ്പോൾ എത്തുമ്പോഴാണ് തീറ്റ 90 ആവുന്നത്. അപ്പോൾ കോസ് തീറ്റ 1 ആയി,
എൽ ബൈ ജി ഇൻറ്റു എ ബൈ എ ഒമേഗ സ്ക്വയർ ആർ എന്നുള്ള വാല്യൂ വരും അല്ലേ. എൽ ബൈ ജി ഇൻറ്റു, അതായത് എച്ച് എ ഡി എന്ന് പറയുന്നത് എൽ ബൈ ജി ഇൻറ്റു എ ബൈ എ ഡി ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ എന്നുള്ള വാല്യൂ വരും. ഇതിൽ എ ഡി എന്നുള്ളത് എന്താണ്? എ ഡി ഏരിയ ഓഫ് പൈപ്പ്, പൈ ബൈ 4 ഡി ഡി ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ, ഡി ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡി ഡി എന്ന് പറയുന്നത് തിങ്ക് അതാ ഡി ഡി ഉണ്ട് 0.1 മീറ്റർ. 0.1 മീറ്റർ. ഇപ്പോൾ 0.1 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 0.007854 മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് ഇത് എൽ ഡി അല്ലേ. എൽ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 22 മീറ്റർ. എ ഡി കിട്ടി. നമുക്ക് വേണ്ടത് ക്രാങ്ക് റേഡിയസ് ആണ്. ക്രാങ്ക് റേഡിയസ് തന്നിട്ടില്ല അല്ലേ. ക്രാങ്ക് റേഡിയസ് തന്നിട്ടില്ല. പക്ഷേ ക്രാങ്ക് റേഡിയസ് ആർ ഈസ് ഓൾവേസ് എൽ ബൈ 2, സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും. സോ ആർ വിൽ ബി ഈക്വൽ ടു 0.3/2, ദാറ്റ് മീൻസ് 0.15 മീറ്റർ. ഓക്കെ. സോ എച്ച് എ ഡി എന്നുള്ളത് 22/9.81, അതായത് എൽ ബൈ ജി ഇൻറ്റു പിന്നെന്താണ് വേണ്ടത്, എ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 0.01 സിലിണ്ടറിൻ്റെ ഏരിയ ബൈ പൈപ്പിൻ്റെ ഏരിയ 0.007854 ഇൻറ്റു എന്താണ് ഒമേഗ സ്ക്വയർ. ഒമേഗ എന്ന് വെച്ചാൽ ഒമേഗ എത്രയാണ്? ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ. സോ ഒമേഗ എന്ന് പറയുന്നത് 2πn/60 ആണ് ഒമേഗ. സോ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50/60. ഇതിൻ്റെ വാല്യൂ 5.236 വരും. സോ 5.236 ഒമേഗ സ്ക്വയർ ഇൻറ്റു 6 ഉണ്ട് അല്ലേ, 0.15. അപ്പോൾ ഈ കോസ് തീറ്റ വേണ്ട. കാരണം എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഡെയിലി ബിഗിനിങ്ങിൽ തീറ്റ 0 ആണ്. അതുകൊണ്ട് മാക്സിമം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20.75 മീറ്റർ, 3 മീറ്റർ ഹെഡ്. ഇനി അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്ട്രോക്കോ, മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് എച്ച് എ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിഗിനിങ്ങിൽ 20.75 മീറ്റർ ആയിരിക്കും. മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ 0 ആയിരിക്കും. എൻഡിൽ -20.75 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. So with this we can conclude this particular session. Thank you.